നമ്മൾ തേങ്ങ വാങ്ങിക്കാറുണ്ട്. ആ തേങ്ങയുടെ തൊണ്ടേ കാണും, ചിരട്ട പോലും നമ്മൾ കാണില്ല. ആ തേങ്ങയെ പരുവപ്പെടുത്തി എടുത്ത് അതിൻ്റെ ചിരട്ട തൊണ്ട് മാറ്റി. ഇപ്പം നിങ്ങളെയൊക്കെ തൊണ്ട് കാണാം. നിങ്ങളുടെ സംസ്കാരം എനിക്ക് കാണിച്ചു തരാൻ പറ്റും, പെരുമാറ്റത്തിൽ കൂടെ കാണാൻ പറ്റും അല്ലേ? ഇനി ഞാൻ വഴി വീഴുന്നാൽ ഇതിൽ കരുണയുള്ളവരാരാണെന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടെ അറിയൂ. എന്നും പറഞ്ഞ പോലെ നമ്മളെ ഈ തൊണ്ടിനുള്ളിൽ അതികഠിനമായ ഒരു ചിരട്ടയുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും കേൾക്കണ്ട, ഞാനെല്ലാം പഠിച്ചു വച്ചിരിക്കുകയാണ്, എനിക്കൊരു സത്സംഗവും വേണ്ട, ഒരു സംശയ നിവാരണവും വേണ്ട, ഞാൻ എല്ലാം തികഞ്ഞവനാണ്. അതാണ് ചിരട്ട. ഒന്ന് അകത്തോട്ട് കയറ്റി വിടില്ല. ആ ചിരട്ടയെ തുറന്ന് അതിനകത്ത് നെയ്യ് ഒഴിക്കുന്നതാണ് നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മളെ ഹൈന്ദവ വിശ്വാസത്തിൽ. ഇതിലൊക്കെ ആചാര്യന്മാർ ചില മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം വച്ചിരുന്നത്. അതൊക്കെ ദുരുപയോഗം ചെയ്യുന്നതാണ് പ്രശ്നം. ഞാനാകുന്ന തൊണ്ടെടുത്ത് മാറ്റി എൻ്റെ കട്ടി പിടിച്ച അഹങ്കാരമായ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കൊപ്രയ്ക്കകത്താണ് ഈ നെയ്യ് ഒഴിക്കുന്നത്. ആ നെയ്യ് ശരിക്കും പറഞ്ഞ ജീവാമൃതമാണ്. നമ്മൾ പാലാഴി കടഞ്ഞിട്ട് അമൃത് കിട്ടണം എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ അമൃത് നമുക്ക് കാണിച്ചു തരുന്ന ആരാ? ഇത് സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കിട്ടുന്ന വിദ്യയല്ലെന്നേ. ഇതൊക്കെ ദൈവം ഇങ്ങോട്ട്, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയൊക്കെ ഇരിക്കും. ഇതിനു വേണ്ടി നിയോഗിച്ചതാണ്. അതുപോലെ നിങ്ങൾ വയസ്സൊന്നും ആയിട്ടില്ല, അദ്ദേഹത്തിനെ പോലെ കൊച്ചുകുട്ടിയാണ്. നമ്മൾ ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായി, ആത്മീയമായി ഈ ജന്മമല്ല, ഇനി അടുത്തൊരു ജന്മമല്ല, ഇനി എത്ര ജന്മമായാലും സത്യസ്വരൂപൻ എവിടെ ഇരിക്കുന്നു, എങ്ങനെ കാണാം? ആ സത്യസ്വരൂപൻ്റെ അനുഗ്രഹം എങ്ങനെ വാങ്ങിച്ചാൽ ഞാനാകുന്ന ബാറ്ററി ചാർജാകും. ചാർജില്ലാത്ത ബാറ്ററിയെ എടുത്ത് ദൂരെ കളയും. ശരിയല്ലേ? ഉപയോഗമില്ലാത്ത ഭർത്താക്കന്മാരെ ആർക്കെങ്കിലും വേണോ? ഉപയോഗമില്ലാത്ത ഭാര്യമാരെ ആർക്കെങ്കിലും വേണോ? ഉപയോഗമില്ലാത്ത മക്കളെ ആർക്കെങ്കിലും വേണോ? ഇനി നമ്മൾ ഈ തൊണ്ടകീറി ഇങ്ങനെയൊക്കെ പറയണില്ലേ, ഇതിനകത്ത് ഈ കളിമണ്ണിനകത്തിരുന്നു കൊണ്ടല്ലേ ഈ വാതവരാത കടൽ പോലെ ഇങ്ങനെ വാക്കുകൾ തരുന്നത്. ശരിയല്ലേ? ഒരു OMV കുറിപ്പുണ്ടായത് അക്ഷരമല്ലേ? നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന കുടുംബ കോടതിയിൽ വക്കീലന്മാർ അപ്പുറത്തും ഇപ്പുറത്തും വാദിക്കുന്നത് അക്ഷരമല്ലേ? ഈ ഭാര്യയും ഭർത്താവും എന്നെ ഒരിക്കലും ഇണക്കാതെ 2 കുട്ടികളെയും വഴിയാധാരമാക്കുന്ന ജഡ്ജി വിധിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരമല്ലേ? ഈ അക്ഷരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വില അറിഞ്ഞുകൂടാത്ത ഭാര്യയും ഭർത്താവും അല്ലേ ഈ ആഴ്ച ഇങ്ങോട്ട് വാ, അടുത്ത ആഴ്ച ഭർത്താവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലേ എന്ന് പറയുന്ന മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നത്? മഹത്തായ മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഇന്ന് കഞ്ഞി വയ്ക്കാൻ പഠിച്ചിട്ടാണോ ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ കൂടെ കെട്ടിച്ചു വിടുന്നത്? ഇന്ന് ആരെങ്കിലും ഉത്തരവാദിത്വം ബോധം ഉള്ളവരാകുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വ ബോധം ഇല്ലേ? ഒരു അതിഥി ദേവ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതാണ്, ഉപയോഗമില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കില്ലേ? അതുകൊണ്ട് കുട്ടികൾ ആയിരിക്കുമ്പോൾ പണ്ട് കാലത്ത് 5 വയസ്സ് മുതൽ പെറ്റമ്മ ആദ്യത്തെ ഗുരുവാണ്. ആ ഗുരു ശരിയായാൽ അച്ഛൻ അമേരിക്കയിൽ ഇരിക്കുകയാണെങ്കിൽ, റഷ്യ ഇരിക്കുകയാണെങ്കിൽ, അമ്മ പരിചയപ്പെടുത്തുന്ന നല്ല ഭാഗമാണെങ്കിൽ അച്ഛനെ കണ്ടിട്ടില്ലാത്ത അച്ഛനെ ഉയർത്തി കാണും. അച്ഛൻ മോശമാണെന്ന് ഇവിടുത്തെ അമ്മ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അമേരിക്കയിലിരിക്കുന്ന അച്ഛൻ എത്ര നല്ലവനായാലും അവനെ മോശത്തനമായിട്ട് ഈ മകൻ പഠിച്ചു വയ്ക്കും. വരുമ്പോൾ ചിലപ്പം
ആദ്യമായിട്ട് വരുന്ന അച്ഛന് ചിലപ്പോൾ മകൻ്റെ നാടി കിട്ടാം. പഠിപ്പിച്ച് വച്ചേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തിൽ മൃഗീയത മാറി മനുഷ്യത്വം തെളിഞ്ഞ് ദൈവത്വം അറിയാൻ കിട്ടിയിരിക്കുന്ന ഒരു അമൂല്യ അവസരമാണ് ആത്മസംഗമം. നിങ്ങൾ ഓരോരുത്തരും ഏത് ജാതി മതമൊന്നും ഇവിടെ നോക്കണ്ട, മനുഷ്യനായിട്ട് പിറന്ന ഒരു കൂട്ടിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു വിത്തുണ്ട്. അതാണ് ശിവം. ശവമല്ല, ശിവം. ദേഹം വേറെ, ദേഹി വേറെ. എൻ്റെ പ്രാരബ്ധ ദുരിതങ്ങളനുസരിച്ച് എൻ്റെ കൈ പോകാം, കാല് പോകാം, ഇത് നഖച്ചുറ്റുണ്ടാവാം, ഇത് ഷുഗർ ബാധിക്കാം. അത് എൻ്റെ കാക്ക കൂട്ടിലെ ബാധിക്കൂ, അകത്ത് കുഞ്ഞിനെ ബാധിക്കാൻ പാടില്ല. കൂട് ഇവിടെ എറിഞ്ഞിട്ട് നമുക്ക് ഇതിനേക്കാളും പുരോഗതിയായിട്ട് പോകണമെങ്കിൽ 3 വര ഇടാം. ചിന്താഗതി നടുക്കത്തെ വര കൊടുക്കാം. ഇതിൻ്റെ അടിയിലൊരു വര ഇട്ടിട്ട് അധോഗതി എന്ന് കൊടുക്കാം. ഇതിൻ്റെ മേളിലൊരു വര ഇട്ടിട്ട് പുരോഗതി എന്ന് കൊടുക്കാം. ഇതിൽ ഏതവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുന്നോ അവിടേക്ക് നിങ്ങളെ പിതാവ്, നിങ്ങളെ പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്നെയെല്ലാം പടച്ചു വിട്ടിട്ട് ഇതിനകത്തിരിക്കുന്ന ആളിനെയാണ് പടച്ച തൻ പുരത്തിൻ്റെ അവകാശി. ആത്മാവ് ഞാനല്ല, എൻ്റെ ചൈതന്യം എന്നെ നിയോഗിച്ചിരിക്കുന്ന. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ ഒന്നിറങ്ങിയ ഇത് നാറും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ. പിന്നെ ഇവിടെ രാജേന്ദ്രസ്വാമിയുടെ ബോഡി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മളാക്കിയിരിക്കുന്ന ചൈതന്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ അഴുകുന്ന സാധനം ഇത്, അഴുകാത്ത വന്ന് ഇതിനകത്തിരിക്കുന്നു. ഇത് രണ്ടും നിങ്ങളുടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടഞ്ഞെടുക്കുക. ഞാൻ ശരീരമാണോ, ഞാൻ ആത്മാവാണോ? ഞാൻ ശവമാണോ, ഞാൻ ശിവമാണോ? ഞാൻ അസുരനാവണോ, ഞാൻ ദേവനാവണോ, സുരനാവണോ? ഇതിന് രണ്ടിനും അവകാശിയാണ്. രാമനാകാനും രാവണനാകാനും ഒരു തലയേ ഉള്ളൂ. നിങ്ങളുടെ ചിന്താഗതി ഉണർത്തിയെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലക്ക് അതിൻ്റെ കുത്തിവെച്ചിട്ട് ഇവിടെയാണ് എൻ്റെ പടച്ച തമ്പുരായിരിക്കുന്നത്, ഇവിടെയാണ് സരസ്വതി വാഴാനുള്ളത്, ഇവിടെയാണ് എൻ്റെ പരീക്ഷയുടെ നാഥൻ ഇരിക്കുന്നത്. അപ്പോൾ ചുരുക്കി കൊണ്ടുവരാനല്ലോ. ഈ ചാർജ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന അഹങ്കാരം മാറും. ഞാനെന്ന അഹങ്കാരം മാറുമ്പോൾ ഓംകാരം തെളിയും. കാര്യം വിളിക്കുന്നവൻ്റെ വിളിപ്പുറത്തെത്തുന്ന ഒരു ചൈതന്യമാണ് ഈ ആത്മചൈതന്യം എന്ന് പറയുന്നത്. അത് നല്ല ആത്മജ്ഞാനമുള്ള ഗുരുവിൻ്റെ ശിക്ഷഗണങ്ങൾക്ക് പെട്ടെന്ന് അത്ഭുതങ്ങൾ കിട്ടും. ഇതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുകയല്ല. നിങ്ങളാരും നിസ്സാരപ്പെട്ടവരല്ല. നിങ്ങളുടെ ചിന്താഗതികൾ 3 അവസ്ഥയിൽ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നേക്കാളും താഴേക്കും ചിന്തിക്കാം, മേളിലോട്ടും ചിന്തിക്കാം. മേപ്പോട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം ഉദിക്കും. ആ ബുദ്ധിയിൽ, ആ താമരയിൽ, നിങ്ങളെ തലസ്ഥാനത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഭാരത ഋഷീശ്വരന്മാർ, ഭാരത സനാതനവാദികൾ, നരേന്ദ്രൻ, വിവേകാനന്ദൻ, അയ്യ വൈകുണ്ഠർ, ഇങ്ങനെ അനവധി ഗുരു പരമ്പര സ്വന്തമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് പോയി. ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്ന് ദേവലോകത്താണെന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. കാലക്രമേണ നിങ്ങൾക്ക് ദേവീ ദേവന്മാരാവാൻ കഴിയും. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ വില ഒരിടത്തും നമ്മൾ പണയം വയ്ക്കരുത്. ഈ ശരീരത്തിനും ജീവിതത്തിനും എന്തും ദുഃഖങ്ങളും വരാം. നമ്മുടെ ആത്മാവ് പടച്ച തമ്പുരാൻ്റെയാണ്. ഗുരു വായു ഉയിര് അപ്പൻ. ഗുരു വായു ഉയിര് അപ്പൻ തന്നതാണ്. അപ്പൻ മറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം ഓരോ ഇതളുകളാണ്.
ഇത്രയും കുളപ്പുറപ്പുകളെ ഒത്തു കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുവാൻ ഇത്രയും മഹനീയമായ ഒരു സംഘാടക ബോധം ഈ പേട്ടുതലയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേട്ടുതലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവൻ, തലയല്ല തലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതിനെ കാണുക നമ്മൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.